കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കറുകച്ചാൽ ശാന്തിപുരത്തിനടുത്തുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ ഈ നാട്ടുവഴിയിലൂടെ നടന്നു പോകുന്നത്. ഞാനിപ്പോൾ ഇരുമ്പൊയ എന്ന സ്ഥലത്ത് ഇറങ്ങി വന്നതുകൊണ്ടാണ് ഈ വഴിയിലൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതുകൂടാതെ ശാന്തിപുരത്ത് നിന്ന് മാമുണ്ട എന്ന് പറയുന്ന ഈ ക്ഷേത്രം ഇരിക്കുന്ന ഈ സ്ഥലത്തോട്ട് ചെറിയൊരു ടാർ റോഡുണ്ട്. അതാണ് കൂടുതൽ എളുപ്പമുള്ള വഴി. അങ്ങ് ദൂരെ നല്ല ഭംഗിയിലാണ് ക്ഷേത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തഞ്ചാവൂർ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തഞ്ചാവൂരിൽ നിന്ന് വന്ന ശില്പികൾ 16 വർഷം എടുത്തിട്ടാണ് ഈ നിർമ്മിതി പൂർത്തിയാക്കിയത്. പരപ്പുകാട് കുടുംബത്തിലെ ശ്രീ പ്രഭാകരൻ നായരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അതോടൊപ്പം ആധ്യാത്മിക കാര്യങ്ങൾക്ക് ശ്രീ സത്യേന്ദ്ര സരസ്വതിയും മേൽനോട്ടം വഹിച്ചിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. 5 പ്രധാന രാജഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. അതിൽ പ്രധാന രാജഗോപുരത്തിന് 85 അടി ഉയരമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാജഗോപുരത്തിന് മാത്രമാണ് ഇതിൽ കൂടുതൽ ഉയരമുള്ളത്. ശിവപാർവതിമാർ ഉമാമഹേശ്വരി സങ്കല്പത്തിൽ ഇവിടെ വാഴുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും അതികായ പ്രതിമകളുണ്ട്. 10 ശ്രീകോവിലിനുള്ളിലായി 12 പ്രതിഷ്ഠകളുമുണ്ട്. ജാനുവരി മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അതിവിശേഷമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാണ് ഈ മനോഹര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് വളരെയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 3 വരെ 5 ദിവസത്തെ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്.